ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു കച്ചവടത്തിന്റെ കഥ പറയുന്ന തിരുനാളാണ് ക്രിസ്മസ്. ഈ കച്ചവടത്തിൽ സ്വർഗത്തിന് നഷ്ടവും ഭൂമിക്ക് നേട്ടവുമാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വർഗത്തിൽ വസിക്കേണ്ട ഉണ്ണി സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് ക്രിസ്മസ്. ഇന്നു മുതൽ അവൻ നമുക്ക് സ്വന്തം. ദൈവമായി ജീവിക്കേണ്ടവൻ മനുഷ്യനായി മാറിയെന്ന് പറയുമ്പോൾ ദൈവം ഞാൻ ദൈവമാണെന്ന് മറന്നുപോയ തിരുനാളാണ് ക്രിസ്മസ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ചുംബിക്കുന്ന പാതിരാവിന്റെ കഥയാണ് ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്രിസ്മസ് ദരിദ്രരുടെ പെരുന്നാളാണ്. അത് വീടില്ലാതെ അലഞ്ഞവരുടെ, ഇന്നും അലയുന്നവരുടെ പെരുന്നാളാണ്. അതുകൊണ്ടാവണം കാലിത്തൊഴുത്തിലേക്കുള്ള വഴി അന്വേഷിച്ച് കൊട്ടാരത്തിലെത്തിയവർക്ക് ലഭ്യമാകാത്ത ഉത്തരം വീടില്ലാത്ത പാവപ്പെട്ട ആട്ടിടയന്മാർക്ക് സംജാതമായത്. ഈശോയുടെ കാലത്തെ ബേത്ലഹേം വയലേലകൾ നിറഞ്ഞ തുറസായ സ്ഥലമായിരുന്നു. അത് ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. കൃഷിയിറക്കാതെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമായിരുന്നതിനാൽ ആടുകളെ പാർപ്പിക്കാനായി ആളുകൾ ആ സ്ഥലം പ്രയോജനപ്പെടുത്തി പോന്നു. തുറസായ ഈ സ്ഥലത്തോട് ചേർന്ന് ഗുഹകളും തൊഴുത്തുകളുമൊക്കെ ഉണ്ടായിരുന്നതിനാൽ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമുള്ള സംരക്ഷണം നേടിയും രാത്രി ആടുകളുടെ കാവലിനായും ഇടയന്മാർ ഈ ഗുഹകളിൽ താമസിച്ചിരുന്നു. അവരോടൊപ്പം ആടുകളെയും അവിടെ പാർപ്പിച്ചിരുന്നു. ഇപ്രകാരം വസിച്ചിരുന്ന ഇടയന്മാരുടെ മുമ്പിലാണ് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. ഈശോ ദാവീദ് രാജാവിന്റെ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നെങ്കിലും ദാവീദ് ജെസയുടെ ഏറ്റവും ഇളയ പുത്രനും ആട് മേയ്ക്കുന്നവനുമായിരുന്നു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം മൂത്ത മക്കൾക്കാണ് പ്രാധാന്യം. ആട് മേയ്ക്കലാവട്ടെ ഹീനമായ ജോലിയായി പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഒരു എളിയ പ്രദേശത്ത് തീരെ ലളിതമായ സാഹചര്യത്തിൽ പിറവിയെടുത്തവന്റെ ജന്മവാർത്ത ആദ്യം അറിയിക്കപ്പെട്ടത് നികൃഷ്ടർ എന്ന് മുദ്ര ചാർത്തപ്പെട്ട ഒരു കൂട്ടം ഇടയന്മാരോടാണ്. വലിയ ആളായ ഹെറോദോസ് ഈശോയുടെ ജനന വാർത്തയോട് പ്രതികരിച്ചത് ശത്രുതാ മനോഭാവത്തോടെയാണ്. എന്നാൽ ചെറിയവരായ ആട്ടിടയന്മാരോ, അവർ തങ്ങളുടെ ആട്ടിൻപറ്റത്തെ മറന്നു, തണുപ്പ് മറന്നു, ഉറക്കം മറന്നു. അവർ അതിവേഗം ബേത്ലഹേമിലേക്ക് പോയി. അവർ മറ്റുള്ളവരെ വിവരം അറിയിച്ചു. കള്ളന്മാർ എന്ന് പണ്ടേ ദുഷ്പേര് വീണിട്ടുള്ള ഇടയന്മാർ രാത്രിയുടെ മറവിൽ തൊഴുത്തിലേക്ക് പോകുന്നത് അവരെ ആളുകൾ കൂടുതൽ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കിയേക്കും. പൊതുജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത അവർ നൽകുന്ന സാക്ഷ്യം ആളുകൾ വകവയ്ക്കണമെന്നില്ല. എന്നിട്ടും അവർ സാഹസം ഏറ്റെടുത്തു. വിശുദ്ധ തോമസ് അക്കമ്പസിന്റെ ഒരു വാചകമാണ് ഇതിനോട് ചേർത്ത് മനസ്സിൽ എത്തുക. യേശുവിനെ അന്വേഷിക്കുന്നില്ലെങ്കിൽ ഒരു മനുഷ്യൻ അവനോട് അവന്റെ ശത്രുക്കൾക്കും മുഴുവൻ ലോകത്തിനും ചെയ്യാവുന്നതിൽ കൂടുതൽ ദോഷം ചെയ്യുന്നു. ആടുകളുടെ കൂടെ എപ്പോഴും കഴിയുന്ന അഴുക്കുപുരണ്ട ഇടയന്മാർ യഹൂദ സമൂഹത്തിൽ വലിയ വിലയും നിലയും ഉള്ളവരായിരുന്നില്ല. എല്ലാവർക്കും ബലിയർപ്പിക്കാൻ ഇവർ ആടുകളെ കൊടുത്തപ്പോഴും അവർക്ക് മാത്രം ബലിയർപ്പണം അപ്രാപ്യമായിരുന്നു. രാത്രിയിലും വീട്ടിലെത്താൻ കഴിയാത്ത ആളുകളുമായി അധിക സമ്പർക്കമില്ലാതിരുന്ന വയലിലും വഴിയോരങ്ങളിലും മലയിടുക്കുകളിലുമൊക്കെ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ടവരാണിവർ. യേശുവിന്റെ രക്ഷാകര ദൗത്യം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ നിന്നും ദൈവം ആരംഭിക്കുന്നു. എളിമയുള്ളിടത്ത് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് തങ്ങളെപ്പോലെ പാവപ്പെട്ടവനായ ദൈവത്തെ കാണാൻ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ കരുതലും സ്നേഹവും രക്ഷയും ആരുമില്ലാത്തവരിൽ നിന്ന് തുടങ്ങുന്നു. ദൈവസന്ദേശം സ്വീകരിക്കാൻ ഒരുക്കമുള്ള സാധാരണക്കാരുടെ പ്രതീകമാണ് പാവപ്പെട്ട ഇടയന്മാർ. ഏത് കൊട്ടാരവാസിയാണ്, ഇസ്രായേലിലെ ഏത് പ്രമാണിയാണ് പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ ഒരു ശിശുവിൽ ദൈവപുത്രനെ കാണാൻ തയ്യാറാകുക? എല്ലാ കുട്ടികളെ പോലെ അമ്മയുടെ പരിചരണം ആവശ്യമുള്ള ഒരു ശിശു എങ്ങനെയാണ് മിശിഹായാകുക? കിടക്കാൻ ഒരു തൊട്ടിൽ പോലും ഇല്ലാത്തവൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ വിമോചകനാകുക? അനേകർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത, അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത സാധാരണക്കാരനും നിസ്സാരനുമായ ഒരു ശിശു തന്നെയാണ് ഇടയന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ അടയാളം. പുൽക്കൂട്ടിൽ മുട്ടുമടക്കി
കുനിഞ്ഞു കയറാനുള്ള പരിചയം ഇടയനുണ്ട്. കാലിക്കോട്ടിൽ കയറാൻ ചെറുതായ വലിയ ദൈവം കൊട്ടാരത്തിലെ വിശാല വാതിലിലൂടെ മാത്രം കയറിയിറങ്ങുന്നവരുടെ കണ്ണിൽ ദൃശ്യമാവില്ല. മുട്ടുമടക്കാൻ മനസ്സുള്ളവർക്കെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ചെറുതാകാനും എളിമപ്പെടാനും നമ്മെ ക്ഷണിക്കുന്നു. ഈശോയെ കാണാനുള്ള മഹാഭാഗ്യം ലഭിച്ച ഇടയന്മാർക്ക് ആ മഹാഭാഗ്യം കരതകമാകുന്നതിന് പിന്നിൽ കരുതലിൻ്റെയും കാത്തിരിപ്പിൻ്റെയും മണിക്കൂറുകളും മനോഭാവവുമുണ്ട്. എല്ലാം മറന്ന് കിടന്നുറങ്ങിയവർ ആയിരുന്നില്ല അവർ. പ്രത്യുത തങ്ങളുടെ സംരക്ഷണത്തിലുള്ള ആട്ടിൻകൂട്ടം വിശ്രമിച്ചിറങ്ങിയ രാവിൻ്റെ യാമങ്ങളിൽ കനലുകൾ കൂട്ടി കണ്ണിമ പൂട്ടാതെ കാവലിരുന്നവരായിരുന്നു അവർ. മിഴിക്കുള്ളിലെ മയക്കം മാറ്റിവെച്ച് ആടുകളുടെ രക്ഷയ്ക്കായി ഉണർന്നിരുന്നവർ. ഇടയരുടെ മനോഭാവം നമുക്കും സ്വന്തമാക്കണം. കാത്തിരിക്കുന്നവർക്കും കാതോർക്കുന്നവർക്കുമാണ് കർത്താവിനെ കാണാൻ കഴിയുന്നത്. ഇടയരെ പോലെ കരുതാനും കാത്തിരിക്കാനുമാണ് നല്ലിടയനായവൻ നരനായി ജന്മമെടുത്തത്. ഒരു പുൽക്കുടിലിൽ നിന്നുള്ള പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരും ആ പ്രകാശത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നവരുമാണ് ക്രിസ്തുവിന്റെ അനുയായികളായ നാം. ഇടയന്മാരെ പോലെ നമ്മുടെ ലോകത്തിൽ നിന്നും പുറത്തിറങ്ങി ദൈവമായിരിക്കുന്നിടത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.